ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു സാറ്റർഡേ വ്ളോഗ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈം 7:30 കേട്ടോ. ഞാൻ ഈ സമയത്താണ് എണീക്കണത്. ഇന്ന് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് എണീറ്റത്. അപ്പം ഇന്ന് നമ്മളൊരു ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനൊന്ന് ഫ്രഷായിട്ടൊക്കെ വരാം. രാവിലെ തന്നെ കേട്ടോ മയിൽ. ഞാൻ സിറ്റൗട്ടിലിരുന്നപ്പോൾ ക്ലിയർ ഇല്ലല്ലേ. പിന്നെ ഞാൻ എൻ്റെ ബ്രഷും പേസ്റ്റും കാര്യങ്ങളൊക്കെ പുറത്താട്ടോ ആക്കൽ. കാരണം എനിക്ക് ഇവിടുന്ന് ഫ്രഷ് ആവണതാണ് എനിക്കൊരിത് പുറത്തൊക്കെ അറിയില്ല. അപ്പം അങ്ങനെ പിന്നെ ഒരു ഫേസ് വാഷ് കൊടുത്തിരുന്നു കേട്ടോ. അത് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അല്ല കേട്ടോ. എൻ്റെത് ഇത് അതിനകത്ത് യൂസ് ചെയ്യുന്നതല്ല. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യില്ല, പക്ഷേ എൻ്റെത് ഉള്ളിലാണ്. അപ്പം ഞാനത് 2-3 ദിവസമായിട്ട് പോയി പുറത്തങ്ങനെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലത് തന്നെയാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല തോന്നി. അത്യാവശ്യം നല്ല ഒരു ഫേസ് വാഷ് തന്നെയാണ്. അപ്പം നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകട്ടെ. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തു കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഗ്രീൻ കളർ ടോപ്പ് പറഞ്ഞിട്ട്. ആ ടോപ്പിൻ്റെ കൂടെ എടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു ടോപ്പും. നമ്മുടെ ജസ്റ്റ് ഒരു അങ്ങാടി ഡ്രസ്സ് എന്നുള്ള രീതിക്ക് പുറത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് 2-3 ടോപ്പിലുള്ള ഒന്നാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ടോപ്പാണ് കേട്ടോ അത്. പക്ഷെ അത് വലിയൊരു നൈസായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. മറ്റേ ഗ്രീൻ എനിക്ക് സെറ്റായിട്ട് തോന്നി, അതെനിക്ക് ഇഷ്ടമായി. ഇത് ലെങ്ത് കുറവുണ്ട്, പിന്നെ ഒരു മേനയില്ല. ജസ്റ്റ് അങ്ങാടിക്കൊക്കെ അങ്ങനെ ഇടാൻ പറ്റുന്നേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. നമുക്ക് അപ്പം, പിന്നെ ഉരുളൻകിഴങ്ങിൻ്റെ കറിയും, പിന്നെ ചായയും, പിന്നെ പഴം വാട്ടിയതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ നേരത്തെ ഇട്ട ഒരു ടോപ്പ് എനിക്കൊരു കംഫർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പ് മാറ്റിയിട്ട് ഈ ഒരു ഷർട്ട് എടുത്തിട്ടു കേട്ടോ. ഇത് എനിക്ക് എപ്പോഴും കംഫർട്ടാണ് കേട്ടോ. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തതായിരുന്നു, പക്ഷെ ഞാനിത് അങ്ങനെ ഇട്ടിട്ടില്ല. ആകെ ഒരു പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ കോസ്റ്റ്യൂം മാറ്റിയിട്ടോ. ഞാൻ മറ്റേ ടോപ്പാണ് ആദ്യം ഇട്ട് നോക്കിയിരുന്നത്. അപ്പം അത് എനിക്കൊരു മേനയില്ല, ഞാൻ പറയല്ലേ. അത് ജസ്റ്റ് അങ്ങനെ വാങ്ങിയൊരു ടോപ്പ് ഇടും. അപ്പം ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു ഷർട്ടാക്കി. അപ്പം ഞാൻ രാവിലെ തന്നെ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇന്ന് എനിക്കൊരു വർക്കുണ്ട്, ചെറിയ വർക്കുണ്ട് കേട്ടോ. അപ്പോൾ സാറ്റർഡേ സൺഡേ അല്ല, അപ്പോൾ ഇന്ന് എനിക്കൊരു ചെറിയ വർക്കുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരും ജസ്റ്റ് മാറ്റിയിട്ടൊന്നുമില്ല, കോസ്റ്റ്യൂം ഇട്ടു, ജസ്റ്റ് ചെറുതായിട്ടൊരു ലിപ്സ്റ്റിക്കും ഇട്ടു. അങ്ങനെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ച വരെ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം എന്താ പ്ലാന് എന്ന് ചോദിച്ചാൽ, കസിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓളങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒക്കെ എന്തൊക്കെ അല്ലറ ചില്ലറ പരിപാടീസ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ അതാട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. കോസ്റ്റ്യൂം തന്നെ കാണിച്ചു തരാം കേട്ടോ. യൂസ് ചെയ്തിട്ടില്ല, ഇട്ടിട്ടുമില്ല, ഫോട്ടോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. അത് ഞാനത് അങ്ങനെ നോർമലി ഇടാനുള്ളൊരു ടോപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ കാഷ്വലായിട്ട് ഇടണം. അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് മാറ്റുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ പോവാം കേട്ടോ. അപ്പം പോകണമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാം. പിന്നെന്താ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വർക്കിന് പോവാണ്. ബാഗ് ഇതാ കേട്ടോ, എൻ്റെ ബാഗ്. ഇപ്പം എന്താ സ്റ്റാൻഡിലേക്ക് പോവാണ്. സ്റ്റാൻഡിലേക്ക് നടക്കണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇന്ന് എവിടെയാണ് കേട്ടോ വർക്കുള്ളത്. നമ്മുടെ മഞ്ചേരി BP ഹാളാണ് കേട്ടോ. അതാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരെ വന്നു, വർക്കിനൊക്കെ കയറി. ഇനിയിപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച്, വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങും കേട്ടോ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ. ഇവിടെ ഫുഡ് എന്ന് പറഞ്ഞാൽ മാസം ഫുഡ് ചെയ്യുന്നു കേട്ടോ. നമുക്ക് സദ്യയായിരുന്നു, അടിപൊളി സദ്യ കേട്ടോ. മറ്റേ ബാക്കി റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സദ്യ കഴിക്കാനുള്ളൊരു പൂതിയോടെ ഞാൻ സദ്യ ആയിട്ട് കഴിച്ചു. അതൊക്കെ നമ്മൾ ചിക്കനും മാംഗോൻ്റെ
സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞാനും ഫ്രണ്ടും കൂടെ നല്ല രീതിക്ക് ഫുഡ് അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓട്ടോ കിട്ടിയിട്ടോ. അങ്ങനെ ഓട്ടോ കിട്ടി. ഇനി നമ്മൾ നേരെ സ്റ്റാൻഡിൽ പോയിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.